ഹായ് ഗൈസ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായി ഓൺ വോയിസിലൊരു വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ ആവാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ യാൻ ബേബി ജനിച്ചിട്ട് ഇപ്പോൾ ഒരു 3 വർഷമാകുമ്പോൾ, ഇപ്പോൾ ആൾക്ക് ജൂലൈ ആകുമ്പോഴേക്കും 3 വയസ്സാകുവാണ്. അപ്പം ഞാൻ ചേച്ചിക്ക് യാൻ ബേബി ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും ഒരു ബുക്ക് ഗിഫ്റ്റ് ചെയ്തായിരുന്നു. അന്ന് വാങ്ങിച്ച കവർ ഇതുവരെ അതുപോലെ തന്നെ ഉണ്ട്, ഒരു ഇതുമില്ല. ആമസോണിൽ നിന്നാണ് ഇത് വാങ്ങിയത്. അപ്പോൾ ഇതാണ് ആ ബുക്ക്. ഇത് കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എല്ലാ ചെറിയ കാര്യങ്ങൾ പോലും ഇങ്ങനെ, ഇപ്പോൾ ഫോട്ടോസ് ആണെങ്കിൽ വീഡിയോസ് ആണെങ്കിൽ പോലും ഞാനത് ഡിലീറ്റ് ആക്കില്ല. ഞാൻ ഒന്നില്ലെങ്കിൽ സിസ്റ്റത്തിൽ അത് സേവ് ചെയ്ത് വെക്കും, അല്ലെങ്കിൽ ഞാൻ പെൻ ഡ്രൈവിലേക്കോ അങ്ങനെ എല്ലാം സേവ് ചെയ്ത് വെക്കും. ഞാൻ ഒന്നും ഡിലീറ്റ് ചെയ്യണ ഒരാളല്ല. ഞാൻ എല്ലാ ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും അത്രയും പ്രഷ്യസ് ആയിട്ട് കാണുന്ന ഒരു ഇതാണ്. എനിക്ക് പിന്നീട് അത് എടുത്ത് നോക്കുമ്പോഴേക്കും ആ ഡേ നടന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ആ ടൈമിൽ ഉണ്ടായിരുന്ന നമ്മുടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ കാര്യങ്ങളോ മീൻസ് അതൊക്കെ പിന്നീട് നമുക്ക് ചിലപ്പോൾ അവർ നമ്മുടെ ഒപ്പം ഉണ്ടാവണമെന്നില്ല. ആ ടൈമൊക്കെ നമുക്ക് ആ ഒരു ഫോട്ടോസോ അല്ല വീഡിയോസോ കൊണ്ട് നമുക്കത് ആ ഒരു പഴയ കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വരും. ഇപ്പം എൻ്റെ കസിൻസിനായിട്ട് കൂടിയ ഫോട്ടോസോ വീഡിയോസോ അവരിപ്പോൾ എല്ലാവരും ഓരോരോ സ്ഥലത്താണ്. പക്ഷേ ആ വീഡിയോസിലൊക്കെ കാണുമ്പോൾ ആ പഴയ നമ്മളെല്ലാവരും കൂടി കൂടുമ്പോൾ ഉണ്ടായിരുന്നൊരു സന്തോഷം അതൊക്കെ നമുക്ക് തിരിച്ചു കിട്ടും ആ ഫോട്ടോസും വീഡിയോസും കാണുമ്പോൾ. അതാണ് ഞാൻ അങ്ങനെ ഒന്നും ഡിലീറ്റ് ആക്കാറില്ല. അങ്ങനെ എല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കും, അല്ലെങ്കിൽ സേവ് എൻ്റെ കയ്യിൽ ഉണ്ടാവും ഫോട്ടോസ്. അപ്പം യാൻ ബേബി ഉണ്ടായിക്കാൻ ഒരാഴ്ച കുറച്ചാൾ ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കാണ് ഞങ്ങളിങ്ങനെ യാൻ ബേബിക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താലും ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ അവൻ വലുതാകുമ്പോഴേക്കും അവൻ അറിയാലോ. അപ്പോൾ അങ്ങനെയാണ് ചേച്ചിയാണ് ആ ഒരു ഐഡിയ പറഞ്ഞു തന്നത്. അങ്ങനെ ഞങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമായിരുന്നു മറ്റേ ഇൻസ്റ്റയിൽ. എന്നിട്ട് അവൻ്റെ ഓരോ സ്റ്റേജസ്, ഇപ്പോൾ അവൻ എന്താ മുട്ടിലഴയണതോ അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഞങ്ങളത് സ്റ്റോറി ആക്കിയിടും. അത് വേറെയുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ടല്ല സത്യം പറഞ്ഞത്. ഞങ്ങൾക്കത് പിന്നീട് എടുത്ത് നോക്കുമ്പോഴേക്കും അതൊക്കെ ഒരു മെമ്മറീസ് ആണ്. അവനാണെങ്കിൽ ഇപ്പോൾ ഒരു കുറച്ചാൾ ഒരു LKG അല്ലെങ്കിൽ ഒരു 1ാം ക്ലാസ് 2ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴേക്കും അവൻ്റെ പഴയ വീഡിയോസോ ഫോട്ടോസൊക്കെ കാണുമ്പോൾ അവൻ ആ ഒരു സന്തോഷം ഉണ്ടാവില്ലേ. അവനത് ഓർമ്മയില്ലെങ്കിൽ പോലും അവനത് ആ ഫോട്ടോസ് ഇത് കാണുമ്പോഴേക്കും ഒരു സന്തോഷമായിരിക്കും. അപ്പം നമുക്കിപ്പോൾ ചില ഫോട്ടോസൊന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ വീഡിയോസ് ആണെങ്കിൽ നമുക്ക് ഫോട്ടോസ് ഉണ്ടാവും, പക്ഷേ വീഡിയോസ് ഒന്നും ഇല്ലല്ലോ. പക്ഷേ യാൻ ബേബിക്ക് ഇനി വന്ന ജനറേഷനിലെ പിള്ളേർക്ക് അതൊന്നും പേടിക്കേണ്ട. അവരുടെ എല്ലാ വീഡിയോസോ അല്ലെങ്കിൽ ഫോട്ടോസ് എല്ലാം സേഫ് ആയിരിക്കും. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ അവന് ഇൻസ്റ്റഗ്രാം തുടങ്ങിയത്. അപ്പോൾ ഞാൻ ചേച്ചിയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ അപ്പോൾ പറഞ്ഞു വന്നത് ഈ ബുക്കിൻ്റെ കാര്യമാണ്. അപ്പോൾ ഈ ബുക്ക് ഞാനാണ് ചേച്ചിക്ക് ഗിഫ്റ്റ് കൊടുത്തത്. വേറെ ഒന്നുമല്ല, ഗ്രോയിങ് സ്റ്റേജസ് ഉണ്ടല്ലോ, അതെല്ലാം ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്യാം. അവന് വലുതാവുമ്പോൾ ഈ ബുക്കും കൊടുക്കാമല്ലോ, കാണിക്കാമല്ലോ എന്നുള്ളത്. ഇത് കണ്ടോ, ഇതൊക്കെ തന്നെയാണ്. മീൻസ് എന്താ പറയുക, അവൻ ഇതിപ്പോൾ അവൻ്റെ കാലിപ്പോൾ വലുതായി, പക്ഷേ അവന് കുറേ നാൾ കഴിഞ്ഞിട്ട് ഇതൊക്കെ കാണുമ്പോഴേക്കും ഒരു സന്തോഷമാണ്, എന്തോ ഒരു ഫീലിംഗ് ആയിരിക്കും. ഇപ്പം നമുക്ക് നമ്മുടെ പഴയ ചെറുപ്പത്തിൽ എന്തെങ്കിലും ഒരു ഫോട്ടോ ഇതൊക്കെ കാണുമ്പോൾ ഇപ്പം നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അതുപോലെ അവന് കുറേ നാൾ കഴിയുമ്പോൾ അങ്ങനെ ഹാപ്പിനെസ് ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അറിയില്ല വലുതാവുമ്പോൾ എങ്ങനെയാവുമെന്ന് അറിയില്ല, എന്നാലും അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാധനം എടുത്തത്. അപ്പം ഇതുവരെ ഒരു 5-6 പേജസ് ഒക്കെ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട് ആ ടൈമിൽ. അപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തു. പക്ഷേ അത് കഴിഞ്ഞിട്ടൊരു 1.5 വർഷമായിട്ട് ഈ ബുക്കിനായിട്ട് ഒരു ബന്ധമില്ല. ചേച്ചിക്കാണെങ്കിലും ഇല്ല, എനിക്കാണെങ്കിലും ഇല്ല. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്ക് ചേച്ചി വീട്ടിൽ പോകുമ്പോൾ ആലോചിക്കും ഈ ബുക്ക് നമുക്ക് എടുത്തിട്ട് ഫില്ല് ചെയ്യണം, കംപ്ലീറ്റ് ആക്കണം എന്നൊക്കെ ഉള്ളൊരു സീനുണ്ട്. കണ്ടോ, നല്ല ക്യൂട്ടായിട്ടുണ്ട്, നല്ല രസം. പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആയപ്പോൾ അമ്മയ്ക്കും അച്ഛനുണ്ടായിരുന്ന ആ ഒരു ഫീലിങ്സ് എന്തായിരുന്നു എന്നൊക്കെ ഉള്ള കാര്യം. പിന്നെ അമ്മ പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിൽ അമ്മയ്ക്ക് എന്തൊക്കെയായിരുന്നു ക്രേവിങ്സ് ഉണ്ടായിരുന്നത്. പിന്നെ ഫസ്റ്റായിട്ട് യാൻ ബേബിയുടെ അമ്മക്ക് ഹാർട്ട് ബീറ്റ് ഫീൽ ചെയ്തപ്പോഴേക്ക് എന്തായിരുന്നു ആ ഒരു ടൈമിൽ ഒരു എന്താ എക്സ്പീരിയൻസ്, അങ്ങനത്തെ കുറേ. പിന്നെ ഫസ്റ്റ് കിക്ക്, അപ്പോൾ അതൊക്കെ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. നമുക്ക് അറിയണ പോലെയൊക്കെ മീൻസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ അവന് ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ അതിലാണെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുമായിരുന്നു. മീൻസ് ഇപ്പോൾ അവൻ കമന്ന് കിടക്കണതോ അല്ലെങ്കിൽ ഫസ്റ്റായിട്ട് എന്താ ഫുഡ് കഴിക്കുന്നതോ അതെല്ലാം നമ്മളിങ്ങനെ സ്റ്റോറി ഇടുമായിരുന്നു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യം വരും പിന്നെ നമുക്ക് അതെടുത്ത് നോക്കാം, ആ ഡേറ്റ് അതൊക്കെ എടുത്ത് നമുക്ക് നോക്കാമായിരുന്നു. അതും ഇൻസ്റ്റാഗ്രാം കൊണ്ട് അതും ഒരു ഉപയോഗം ഉണ്ടായിട്ട് ഇതൊക്കെ ഫില്ല് ചെയ്യാനായിട്ട്. ഇനിയും കുറേ കാര്യങ്ങൾ ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് വഴിയെ ചെയ്യണം. പിന്നെ അതെ, വേറെ ഒരെണ്ണോട് ഇത് അവൻ്റെ കൈ കാല് അതും നമുക്കിനി ആ ഒരു സ്റ്റേജിൽ അവരുടെ ആ കാലും എന്താ കയ്യും നമുക്കിനി ഫോട്ടോസിൽ കാണാം, അല്ലെങ്കിൽ ഇങ്ങനെയെങ്കിലും നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇതൊക്കെ വേറൊരു എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് വെക്കും. ഇത് ആ ടൈമിൽ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല, സ്കിന്ന് അത്ര സെൻസിറ്റീവ് അല്ല. അപ്പം നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാതള നാരങ്ങയുടെ എന്തോ ജ്യൂസ് എടുത്തിട്ട് അങ്ങനെ പെട്ടെന്ന് എന്തോ ചെയ്യുകയോ ചെയ്തത്, മഞ്ഞപ്പൊടി അങ്ങനെ എന്തോ പെട്ടെന്ന് മഞ്ഞപ്പൊടി ഓർക്കല്ല, അങ്ങനെ എന്തോ പെട്ടെന്ന് ചെയ്യുകയോ ചെയ്തത് ഞങ്ങൾ. പക്ഷെ അത് ഇപ്പം ഞങ്ങൾ ഈ കഴിഞ്ഞിടക്ക് ഈ ബുക്ക് എടുത്ത് നോക്കി അപ്പോഴേക്ക് ഇത് കണ്ടപ്പോഴേക്ക് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ യാൻ ബേബിയുടെ കാണിച്ചു കൊടുത്തത് കണ്ട, യാൻ ബേബിയുടെ കാലും കൈയൊക്കെ കണ്ട ചെറുപ്പത്തിൽ ഇങ്ങനെ ഇരുന്നതൊക്കെ പറഞ്ഞ് അങ്ങനെ കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്ത്. പിന്നെന്താ ഹോസ്പിറ്റലിൽ നിന്ന് ഫസ്റ്റ് വന്ന ദിവസം, ഡെലിവറി കഴിഞ്ഞിട്ട് ചേച്ചിയും യാൻ ബേബിയും കൂടി വന്ന ദിവസം, പിന്നെന്താ അവന് ഇഷ്ടമുള്ള ഒരു പാട്ടുകൾ ഏതൊക്കെയായിരുന്നു. പിന്നെ അതെ ഇതൊക്കെ ഫില്ല് ചെയ്യാൻ കിടക്കുന്നു 10 to 12 months കാര്യങ്ങൾ. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇനി ഇതിൽ ഫില്ല് ചെയ്യണം. അപ്പോൾ ഞാനാണെങ്കിൽ യാൻ ബേബിയുടെ ബർത്ത്ഡേ ആവാറായിട്ടുണ്ടല്ലോ. അപ്പം ഇനി 1 വീക്കും കൂടി ഉള്ളൂ യാൻ ബേബിയുടെ ബർത്ത്ഡേക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഫില്ല് ചെയ്തിട്ട് അവനൊന്ന് കാണിച്ചു കൊടുക്കാം. ഇതിലിനി ഫോട്ടോസൊക്കെ സെറ്റ് ചെയ്യണം, ഫോട്ടോസൊക്കെ ഒട്ടിച്ച് വെക്കണം, അങ്ങനെ കുറച്ച് പണിയും കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതെല്ലാം ഒന്ന് കംപ്ലീറ്റ് ആക്കണം. ഫോട്ടോയൊക്കെ പോയി പ്രിൻ്റ് എടുത്ത്
ഇതാക്കണം, എന്നിട്ട് ഞാൻ ഇവിടെ ബർത്ത്ഡേക്ക് ഇത് കൊടുക്കണം എന്നൊക്കെ ഉള്ളൊരു സീനിൽ മൈൻഡിൽ ഞാൻ ഇരിക്കുവാണ്. എന്താവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ എന്തായാലും ട്രൈ ചെയ്യും ഇത് കംപ്ലീറ്റ് ആക്കാനായിട്ട്. പിന്നെ എന്താ കണ്ടോ, എബൌട്ട് മീ കണ്ടോ, അവൻ്റെ ബ്ലഡ് ഗ്രൂപ്പ്, പിന്നെ വെയിറ്റ്, ഹൈറ്റ്, അങ്ങനത്തെ, പിന്നെ അവന് ടൈം, അവൻ ജനിച്ച ടൈം, അങ്ങനെ എല്ലാ കുറേ കാര്യങ്ങൾ. പിന്നെ ഞാൻ ബേബി ഉണ്ടായ ടൈമിലുണ്ടായിരുന്ന വെതർ, അങ്ങനെ ആ ടൈമിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, മീൻസ് ഡെലിവറിക്ക് ശേഷം അവിടെ ഇപ്പോൾ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ. അപ്പോൾ അതൊക്കെ ഇനി ഫില്ല് ചെയ്ത് സെറ്റാക്കണം. അപ്പം പിന്നെ അതിൻ്റെ പുറകിലാണ്. അപ്പം ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുക്കാം, അവനത് അറിയാം. അപ്പം ഇത് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ലിങ്ക് വേണ്ട ഒരു കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതിയേ, ഞാൻ ഇട്ടുതരാം. നല്ല ബുക്കാണ്. ഇപ്പോൾ പ്രഗ്നൻസി ടൈമിൽ ചെയ്യണ ജേർണൽസും ഉണ്ട് അത്. പക്ഷെ ഞാൻ എൻ്റെ ഒരു ചേച്ചിക്ക് ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തു, ചേച്ചി അത് ചെയ്യും. പക്ഷേ ചേച്ചിക്ക് ആ ഒരു ആദിത്യ നാട്ട് വരും ചേച്ചി എൻ്റെ ഒപ്പം വർക്ക് ചെയ്താൽ. അപ്പം ചേച്ചിക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, ചേച്ചി പ്രഗ്നൻസി ടൈമിൽ ഒരു ജേർണൽ ഉണ്ട്, ജേർണൽ ക്രിയേറ്റ് ചെയ്യുക, അത് നല്ലതായിരിക്കും എന്നൊക്കെ ഉള്ളൊരു സീൻ ഞാൻ പറഞ്ഞു കൊടുത്തത്. പക്ഷേ ചേച്ചിക്ക് അതൊന്നും താല്പര്യമില്ല. ചേച്ചി ഇപ്പോൾ ഓരോരുത്തർക്ക് ഓരോ മൈൻഡ് സെറ്റ് അല്ലേ, ചേച്ചിക്ക് റീഡിങ് അങ്ങനത്തെ ഇതൊക്കെ കൂടുതൽ ഇഷ്ടം. ചേച്ചി അങ്ങനെ ആ ഒരു രീതിയിൽ ഇതായി. പിന്നെ എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ശരിയല്ലാത്തത് കൊണ്ട് ഞാൻ അത് എൻ്റെ ചേച്ചിനെ കൊണ്ടാണ് ഞാനത് എഴുതിപ്പിക്കാറ്. ഇനിയിപ്പോൾ ചേച്ചിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഏറ്റെടുക്കാമെന്ന് വിചാരിച്ച്. കണ്ട ഈ സാധനം കണ്ടോ, കാണുന്നു. ഈ സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ബേബി അംഗനവാടി ചേർന്നു, അംഗനവാടി പ്രീ സ്കൂളിൽ, അത് ഞാൻ ബേബിയുടെ വീടിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു സ്കൂളിൽ തന്നെയാണ്. അപ്പം അവിടെ ചെന്നപ്പോഴേക്ക് അവർ കൊടുത്തതാണ്, പ്രവേശനോത്സവത്തിന് കൊടുത്തതാണ് ഈ കാർഡ്. അപ്പം ഇത് ഞാൻ നൈസായിട്ട് അടിച്ചു മാറ്റിയിട്ടുണ്ട്. വേറെ ഒന്നല്ല, ഇതിൽ തന്നെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അവന് കാണാലോ, ആ ഒരു ഇതിന് ഞാനിങ്ങനെ എടുത്തു വെച്ചെന്നുള്ളൂ. അപ്പം അങ്ങനെ ഇതിന് കംപ്ലീറ്റ് ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. വേറൊരു വീഡിയോ അല്ലെങ്കിൽ റീൽസ് അതെല്ലാം ഷോർട്സ് അതെല്ലാം ഞാൻ ഷെയർ ചെയ്യാം. പിന്നെ ഇതിന് നമ്മൾ ഫോട്ടോസ് തപ്പണം, അത് കഴിഞ്ഞിട്ട് ഇനി പ്രിന്റ് എടുക്കാൻ വേണ്ടി പോകണം, അങ്ങനെ കുറച്ച് പരിപാടീസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ജൂലൈ 5 മുമ്പ് ഇതെന്തായാലും കംപ്ലീറ്റ് ആക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് അത് നോക്കാം. അപ്പം ഇനി പ്രഗ്നൻസി ടൈമിലോ അല്ലെങ്കിൽ ബേബി ഉണ്ടായി കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു ജേർണൽ വാങ്ങിച്ചാൽ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇതൊരു നല്ല ഓപ്ഷനാണ് കേട്ടോ. പിന്നെ മീഷോയിൽ കുറേ ഉണ്ട്, അഫോർഡബിൾ റേറ്റിന് കുറേ ഇങ്ങനത്തെ ബുക്സ് ഉണ്ട്, ജേർണൽ ചെയ്യാൻ പറ്റിയ കുറേ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി ഇൻട്രസ്റ്റ് ഉള്ളവർ അത് ചെയ്യാം. അതൊരു മെമ്മറി ആയിരിക്കും ചിലപ്പോൾ കുറച്ച് ആൾ കഴിയുമ്പോഴേക്കും. അപ്പം നമുക്കാണെങ്കിൽ അത് എടുത്ത് നോക്കുമ്പോഴേക്കും ഇത്ര കുഞ്ഞതായിരുന്നല്ലേ കാലണം കഴിയാണെങ്കിലും കുറേ നാൾ കഴിയുമ്പോഴേക്കും നമുക്ക് അതൊക്കെ ഒരു സന്തോഷമാണ് അതൊക്കെ കാണുമ്പോഴേക്കും. അപ്പം ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് പേർക്ക് അങ്ങനെ താല്പര്യം ഉണ്ടാവില്ലായിരിക്കും അങ്ങനെ ചെയ്യാനായിട്ട്, റീഡിങ്ങോ അങ്ങനെ ഓരോ ഇതൊക്കെ ചെയ്യാനായിരിക്കും. പക്ഷേ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ എൻ്റെ പണ്ടത്തെ ഒരു ജേർണൽ ഞാനിങ്ങനെ പഴയ ഡയറി എടുത്തിട്ട്, ഇത് 2014 കേട്ടോ. അപ്പം ഞാനിങ്ങനെ എന്താ പറയുക, ഡയറി എഴുതുമായിരുന്നു ഒരിടക്ക്. കുറച്ച് നാൾ ഞാൻ എഴുതുമായിരുന്നു. പിന്നെ ഞാനത് നിർത്തി ചെറുപ്പത്തിലെ, എനിക്ക് തോന്നുന്നു ഒരു 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ കണ്ടോ, എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമാണ്. ഞാനപ്പം ഇങ്ങനെ ഓരോ പടം വരച്ചത്, അതിലൊക്കെ ഓരോ ഫ്രണ്ട്സിൻ്റെ അഞ്ജന അങ്ങനെ ഓരോ പേരൊക്കെ എഴുതി വെച്ചേക്കുവാ ഞാൻ. റിച്ച, അർച്ചന, ദേവിക, അങ്ങനെ കുറേ അഭിരാമി, അങ്ങനെ ഓരോരുത്തരുടെ പേര് ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെന്താ, ഓരോ ആൾക്കാർ തന്ന ഗിഫ്റ്റ്, പിന്നെ കുറേ പേരെ ഫോട്ടോസ് ഉണ്ടായിരുന്നു. അത് ഞാൻ ആ ടൈമിൽ കണ്ട എന്താ പറയുക, ഓരോ ന്യൂസ് പേപ്പർ കട്ടിങ്സ് ഒക്കെ ഞാൻ ചെയ്യുമായിരുന്നു. സ്കൂളിൽ പഠിച്ചപ്പോൾ എന്താണൊക്കെ ചെയ്ത് വെച്ചതാണ്, ഇതെനിക്ക് അറിയില്ല. പിന്നെ അതേ ഫ്രണ്ട് ആരെഴുതിയ, എനിക്ക് തോന്നുന്നു അഞ്ജനയാണെന്ന് തോന്നുന്നത്. ഇത് കണ്ടിട്ട് ഹാൻഡ് റൈറ്റിംഗ് കണ്ടിട്ട് അഞ്ജനയെ പോലെ എനിക്ക് തോന്നുന്നു. അയ്യോ സോറി കേട്ടോ, ദേവികാനിന്ന് എഴുതിയേക്കുന്നത്. പിന്നെന്താ, എൻ്റെ ക്ലാസിക്കൽ ഡാൻസിൻ്റെ അരങ്ങേറ്റത്തിൻ്റെ കാര്യം, പിന്നെ കമ്പ്യൂട്ടർ ഫസ്റ്റായിട്ട് വാങ്ങിയത്, അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി, ക്യാമറ വാങ്ങിയത്, അങ്ങനെ ഓരോന്ന് ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതെ, ഇത് എൻ്റെ 10th പഠിച്ച മീനാക്ഷി എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടുകാരിക്ക് വരച്ചത്. ഒക്കെ അവർ വരച്ചിട്ട് ഞാനിത് വാങ്ങിച്ചു വെച്ചേക്കുക. മീനാക്ഷി KG പേര് വരെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഓരോരുത്തർ തന്ന ഡയറി മിൽക്കൊക്കെ, പിന്നെ ഇതേ ഞാൻ പഠിച്ച സ്കൂളിൻ്റെ കട്ടിങ്സ്, ബോംബാറിയോ. പിന്നെ ഞാൻ യൂസ് ചെയ്ത പെന്നൊക്കെ ഉണ്ട് കേട്ടോ, പെന്നൊക്കെ എല്ലാം ഉടച്ചിട്ടുണ്ട്. പിന്നെ അതെ, ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത്ര നാൾ ഞാൻ എൻ്റെ ഡെയിലി കാര്യങ്ങൾ എഴുതുമായിരുന്നു. പിന്നെ ഇപ്പം ഇത്ര കുറച്ചേച്ചി. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സ്കൂളിലെന്ന് പറഞ്ഞാൽ ഗ്രീൻ ഹൗസ് ഒരു ഹൗസായിട്ട് തിരിക്കും നമ്മൾ ഒരു അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും. അപ്പം നമ്മൾ സ്പോർട്സിനൊക്കെ ചെല്ലുമ്പോഴേക്കും ഇങ്ങനെ പിള്ളേർ സ്പോർട്സിനൊക്കെ നമുക്ക് തന്നെ ഒരു കാർഡല്ലേ, ഇത് ചെസ് നമ്പർ നമ്മൾ വിളിക്കില്ലേ, ആ സാധനമൊക്കെ. ഇത് ഏത് ക്ലാസ്സിലേന്ന് എനിക്കറിയില്ല, എന്തായാലും എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ അതെ, എൻ്റെ ഒരു കസിൻ സാറിൻ്റെ കല്യാണം തൊട്ടത് എനിക്ക് തോന്നുന്നത് 2016 തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. 16 എന്നിട്ട് അവർ പോയിട്ട് വന്നപ്പോൾ ഉള്ള ഊട്ടിയിലെ എന്ത് ഫ്ലവറാ അവർ പോയി വന്നതിൻ്റെ എനിക്കറിയില്ല കേട്ടോ. പിന്നെ കുറേ ചോക്ലേറ്റിൻ്റെ ഒക്കെ ഇത് നീയ തന്നതാന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ ആ ടൈമിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയായിരുന്നു D4 ഡാൻസ്. അപ്പം അതിൻ്റെ ഒക്കെ ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കട്ടിങ്സ്. മീനൂട്ടി എന്താണ് തന്നതാന്ന് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. മീനും പൂജയും കൂടി തന്നതാന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല കേട്ടോ. എന്തോ ബർത്ത്ഡേക്ക് അതിൽ സിസ്റ്റർ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. തോന്നുന്നത് ഇത് ആരാന്ന് ഓർക്കണം. എനിക്ക് തോന്നുന്നത്
മീനൂട്ടിയും പൂജയാവാനാണ് ചാൻസ് എന്ന് തോന്നി, എനിക്ക് ഉറപ്പില്ല കേട്ടോ. പിന്നെ ഇത് ടവല് ആ ഒരു ടൈമിൽ എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുടെ എല്ലാ കാര്യങ്ങളും ഞാനിങ്ങനെ ഒന്നില്ലെങ്കിൽ എഴുതി വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഫോട്ടോ ചോക്ലേറ്റ്സിൻ്റെ കേട്ടോ കാര്യം തന്നാന്ന് എനിക്കറിയില്ല, ഞാനിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. സെപ്റ്റംബർ ലാസ്റ്റ് ആയിട്ട് ഞാൻ ഈ ബുക്കിൽ എഴുതിയേക്കാൻ എന്താണെന്ന് വെച്ചാൽ സെപ്റ്റംബർ 6 2020 അമ്മൂൻ്റെ പെണ്ണുകാണൽ, സെപ്റ്റംബർ 13 2020 ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയി ഞങ്ങൾ. അതാണ് ഞാൻ ലാസ്റ്റ് ആ ഡയറിയിൽ എഴുതി വെച്ചേക്കണത്. അതോടെ അത് കഴിഞ്ഞു. അത് 2020 ലാസ്റ്റത്തെ ആ എഴുതി വെച്ചേക്കണം കേട്ടോ. പിന്നെ എന്താണോ സംഭവം ഞാൻ ഓർക്കണ കൂടിയില്ല എന്താണ്. അതാണ് കണ്ട ഇങ്ങനത്തെ കുറേ ഭ്രാന്തുകൾ എനിക്കുണ്ടായിരുന്നു ആ ടൈമിൽ. അതൊക്കെ കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഞാൻ ബേബിക്കും ഇങ്ങനത്തെ കുറേ ബുക്സ് വേണം, ഇങ്ങനത്തെ ഒരു ബുക്ക് വേണം എന്നുള്ള അത്. പക്ഷേ അവന് ചിലപ്പോൾ എന്താ വലുതാകുമ്പോൾ അതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല. പക്ഷേ എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഫസ്റ്റ് പറഞ്ഞില്ലേ, എനിക്കിങ്ങനെ ഫോട്ടോസ് വീഡിയോസൊക്കെ ഇങ്ങനെ കളയണത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് പോകുന്നുള്ള സീനിൽ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കാറുണ്ട്. കാരണം വല്ല സിസ്റ്റം അടിച്ചോ വല്ല പെൻഡ്രൈവ് കാണാണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു. പക്ഷേ എനിക്കതൊക്കെ പിന്നെ എടുത്ത് ഞാൻ ഇടയ്ക്കിങ്ങനെ വല്ല ഫോട്ടോസോ അല്ലെങ്കിൽ വീഡിയോസൊക്കെ ഇങ്ങനെ ലാപ്പിലിരുന്ന് കാണുമ്പോഴേക്ക് ആ ടൈമിലത്തെ കാര്യങ്ങൾ അങ്ങനെ ഓരോ ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. ഇപ്പോൾ +2 ഇപ്പോൾ എൻ്റെ ട്രിപ്പ്, ആ ട്രിപ്പിലുള്ളവരൊന്നും ഇപ്പം എന്നോട് കമ്പനി കൂടിയല്ല. പക്ഷേ ആ ടൈമിൽ ഞങ്ങൾ അത്രയും കമ്പനി ആയിരുന്ന ഒരു ഇതും ആ ഒരു മെമ്മറീസൊക്കെ നമുക്ക് ഉണ്ട്. പിന്നെ അതേ ഫ്ലവറൊക്കെ കിട്ടിയത്, പിന്നെന്താ കുറേ ചോക്ലേറ്റിൻ്റെ ഡയറി മിൽക്ക്, കുറേ സാധനങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതേ പൂവ് എല്ലാം ഇന്ത്യയിലുണ്ട്. ഞാനിങ്ങനെ ഇപ്പം വീട്ടിലമ്മ പറയും ഇപ്പം എന്തെങ്കിലുമൊക്കെ പഴയ ഡ്രസ്സൊക്കെ ഇങ്ങനെ ആർക്കെങ്കിലും എടുത്തു കൊടുക്കുക അല്ലെങ്കിൽ കളയാനോ കത്തിക്കാനൊക്കെ പോകുമ്പോൾ ഞാൻ പറയും വേണ്ട അത് മെമ്മറീസ് ആണെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ അത് സമ്മതിക്കില്ല അത് കത്തിക്കാനായിട്ട്. കാരണം എനിക്കത് അത്ര എന്താ പറയുക, അത് യൂസ് ചെയ്യണമെങ്കിൽ പോലും അത് എൻ്റെ അടുത്ത് ഉണ്ടാവണം എന്നുള്ളൊരു ഇതാണ്. അപ്പം ഞാൻ ഇതിൻ്റെ അപ്ഡേറ്റ്സിന് കാണിച്ചു തരാം. ഞാൻ ഇതിന് പ്രിൻ്റ് എടുക്കണം എനിക്ക് പോയിട്ട്. പിന്നെ എന്താ ചെയ്യാനുള്ള, എന്നിട്ട് 7-ാം തീയതി അവന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ബൈ, അടുത്ത നോക്കാം നമുക്ക്.